കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു നസ്രിയ സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ നിരവധി വാർത്തകളായിരുന്നു ഇതിന് പിന്നാലെ ഉയർന്നു വന്നതും. എന്നാൽ ഇപ്പോൾ ഇതാ ചില കാര്യങ്ങളൊക്കെ തന്നെയും തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് നസ്രിയ. തന്റെ കരിയറും തന്റെ കുടുംബജീവിതവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെയാണ് നസ്രിയ ഇപ്പോൾ തുറന്ന് സംസാരിച്ചത്. നസ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അങ്ങനെ ഫഹദിന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ആരും നോക്കിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം എല്ലാം അദ്ദേഹത്തിൻ്റെതായുള്ള രീതിക്ക് സ്വയം ചെയ്യും. വേണമെങ്കിൽ എന്റെ കാര്യങ്ങളും ചെയ്തു തരും. പല കാര്യങ്ങളിലും എനിക്ക് സപ്പോർട്ടാണ് ഫഹദ്. എന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊഡക്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഫഹദ് അഭിനയിക്കാത്ത സിനിമകളിൽ പോലും അദ്ദേഹത്തിന്റെ 100% കൊടുത്ത് അഭിനയിച്ചു വേണമെങ്കിൽ കാണിക്കും. എന്നാൽ അദ്ദേഹം അഭിനയിക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ജീവിച്ച് കാണിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ ടൈം പിന്നീട് ആ ക്യാരക്ടറിൽ തന്നെയായിരിക്കും അദ്ദേഹം. സിനിമയുടെ റിലീസിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമേ അദ്ദേഹം ആ ക്യാരക്ടറിൽ നിന്നും ഇറങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നടനായി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. ഫഹദിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ ലോ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫഹദ്. അത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഫഹദ് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് എന്നാണ് പലരും ചിന്തിക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ കാണുന്നത് പോലെയല്ല അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ. അദ്ദേഹം ഒരു പാവമാണ്. അദ്ദേഹം ഇല്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പോലും സാധിക്കില്ല എന്ന് തന്നെയാണ് നസ്രിയ ഇപ്പോൾ തന്റെ ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. നസ്രിയയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു. കുറച്ചു നാളുകൾക്ക് മുൻപാണ് താൻ വളരെ മോശപ്പെട്ട മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും താൽക്കാലികമായി അകലം പാലിക്കുകയാണെന്നും പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പ് പങ്കിട്ടെത്തിയത്. തൊട്ടു പിന്നാലെ നസ്രിയയും ഫഹദും വേർപിരിഞ്ഞോ എന്നായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും പിന്നീട് അങ്ങോട്ട് അറിയേണ്ടിയിരുന്നത്. ഇപ്പോൾ എല്ലാത്തിനുമുള്ള ഒരു ഉത്തരം തന്നെയാണ് നസ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പറയുന്നത്. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് നസ്രിയയ്ക്കും ഭർത്താവായ ഫഹദിനും ആശംസകൾ അറിയിച്ചും എത്തിയത്. ADHD തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഫഹദ് ഫാസിലും വ്യക്തമാക്കിയത്. എന്നാൽ അതൊന്നും തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്നും ഇൻട്രോവേർട്ട് ആണെങ്കിൽ പോലും കുടുംബജീവിതത്തിൽ അദ്ദേഹം അങ്ങനെയല്ല എന്നും തന്നെയാണ് നസ്രിയ ആവർത്തിച്ചത്.